അസ്സലാമു അലൈക്കും. ഹലോ മുത്തുമണികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് അനക്കും റാഹത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള മമ്പയർ വെച്ചിട്ട് പായസമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ടേസ്റ്റിന് ആരും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പ്രഥമനൊക്കെ വെച്ച മാതിരി അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മമ്പയർ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് 1 മണിക്കൂർ വെള്ളത്തിലെടുത്തിട്ട് കുതിർത്തി വെക്കാം. എന്നിട്ട് വീണ്ടും നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടാകുമ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി പറന്നു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് മേൽ ഒരു 5-6 വിസിലടിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടുന്ന വെള്ളം കൂടി ഉരുകിക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു 1/2 കിലോ വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒഴുക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പണി കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ 3-4-5 വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുക. നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടുന്ന ഒരു തേങ്ങയും കൂടി അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ കുതിർത്തി വെച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ 2 മുറി തേങ്ങയും ആവശ്യത്തിന് വെള്ളം കൂടി പറഞ്ഞിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇതാ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഇതിലേക്ക് പറന്നു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചരി ഇട്ട് കൊടുക്കുന്നത് മെഴുക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ഒരുക്കി വെച്ച ആ വെള്ളം കൂടി ഇതിലേക്ക് പാർന്നു കൊടുക്കാം. അപ്പോൾ അരിപ്പ വെച്ചിട്ട് പാർന്നു കൊടുക്കുക. കാരണം ഇത് നല്ല കച്ചറ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് എന്തായാലും അരിപ്പ വെച്ചിട്ട് ഇതെന്ത് ചെയ്യുക, അരിക്കണം. അങ്ങനെ പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അടിക്ക് വേഗം പിടിച്ചോട്ടോ. അതുകൊണ്ട് ചെറിയ തീയിൽ ആക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ എന്ത് ചെയ്യുക, മിക്സ് ആക്കി കൊടുക്കുക. വലിയ പണിയൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാനും പറ്റില്ല. നമ്മൾ പ്രഥമയ്ക്ക് വെച്ച മാതിരി സെയിം ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം മമ്പയർ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇതെന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നെ മമ്പയർ എന്ന് വെച്ചാൽ നല്ലൊരു സാധനം കൂടിയാണല്ലോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പച്ച വന്നിട്ടാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിടത്തേക്ക് എന്ത് ചെയ്യുക, ഒരു 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കായൻ്റെ ആ ഒരു തൊലി വേണ്ട കേട്ടോ. അത് അത്ര വലിയ നല്ലതല്ല. അപ്പോൾ അതിൻ്റെ കൂറ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല വീഡിയോ വരെ എല്ലാവർക്കും ലവ് യു, ബൈ.